ഫ്ലോറിഡയിലെ ആ കടൽ നോക്കുക. നമ്മുടെ ഫോർകാസ്റ്റിംഗ്, വെതർ ഫോർകാസ്റ്റിംഗ് എത്രമാത്രം അക്യുറേറ്റ് ആയിരുന്നു എന്ന് ആ കടൽ കണ്ടാൽ മനസ്സിലാകും. ശാന്തമായ കടൽ. അവിടെ മറ്റ് കാലാവസ്ഥ പ്രതികൂലാവസ്ഥയില്ല. അവിടെ എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ എന്ന് നേരത്തെ വെറുതെ നാസ പറഞ്ഞതല്ല, അത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഫേവറബിൾ കണ്ടീഷനിൽ മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുന്നു നമ്മുടെ ക്രൂ 9-ലെ നാല് പേരും. ഇതാ ഏറ്റവും അടുത്ത്, ഇതൊക്കെയാണ് ഈ വിഷ്വലൊക്കെ ഒരു ചരിത്ര വിഷ്വൽസ് ആണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നാസ എല്ലാ മാസങ്ങളിലും ചെയ്യുന്നതാണെങ്കിൽ കൂടി ഇത്തവണ അതിന് പ്രത്യേകതകൾ ഏറെയാണ്. ഇതാ ബോട്ടിലെത്തിയിരിക്കുന്ന നമ്മുടെ സ്പേസ് എക്സിന്റെയും നാസയുടെയും ജീവനക്കാരെ കാണാം. അവർക്കാണ് അടുത്ത ടാസ്ക്. ഇതിന് കൃത്യമായി ചങ്ങലക്കിട്ട് ബന്ധിച്ച് അല്ലെങ്കിൽ റബ്ബർ ഉപയോഗിച്ച് ബന്ധിച്ച് അതിനെ വലിച്ചു കെട്ടി ഈ പറയുന്ന ഷിപ്പിലേക്ക്, റിക്കവറി ഷിപ്പിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ സമയം നോക്കുക, 3:32. സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചത് 3:28. 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനകം ആ ടീം അവിടെ എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്പ്ലാഷ് ഡൗൺ സംഭവിച്ച് 5 മിനിറ്റിനകം റിക്കവറി ടീം ഈ പേടകത്തിനടുത്തേക്ക് എത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയാണ് അതിനെ കെട്ടിവലിച്ച് ഇപ്പോൾ ആ പ്രോസസ്സും നടക്കാൻ പോവുകയാണ്. അതിനെ കെട്ടിവലിച്ച് ഈ ബോട്ട് ഉപയോഗിച്ച് ഷിപ്പിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് നടക്കാൻ പോവുക. അതിനുശേഷം ഷിപ്പിനടുത്തേക്ക് എത്തിയ ശേഷം ഷിപ്പിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് ഈ പേടകത്തെ മാറ്റും. പിന്നീട് ഷിപ്പ് തീരത്തേക്ക് അടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഈ പേടകം അതുപോലെ എടുത്ത് ഹ്യൂസ്റ്റണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അവിടെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന റൂമിലായിരിക്കും ഇവരെ പുറത്തേക്കിറക്കുക. അപ്പോൾ മാത്രമാണ് ഈ ടീമിന് 4 പേർക്കും പുറത്തേക്കിറങ്ങാനുള്ള അനുവാദം ഉണ്ടാവുക. ഇതൊക്കെ ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണ്, കൃത്യമായ പ്രൊസീജിയർ ഉള്ളതാണ്. ആ പ്രൊസീജിയറിലൂടെ മാത്രമേ ഇവർക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. അതിന്റെ ഭാഗമാണ് ഈ റിക്കവറി ഘട്ടം പോലും എന്ന് പ്രേക്ഷകർ തിരിച്ചറിയുക. നോക്കുക, വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായ അകലത്തിൽ നേരത്തെ വിന്യസിച്ചിട്ടുള്ള കപ്പൽ, ഒപ്പം തന്നെ അവിടെ ബോട്ടുകൾ, അതൊക്കെ നേരത്തെ തയ്യാറായിരുന്നു. എവിടെയായിരിക്കണം കൃത്യമായി സ്പ്ലാഷ് ഡൗൺ ചെയ്യേണ്ടത്, ആ എക്സാക്ട് സ്പോട്ടിൽ ഈ പേടകം വന്നു എന്നുള്ളത് ശാസ്ത്രത്തിന്റെ മറ്റൊരു കൗതുകവും മറ്റൊരു വിസ്മയവുമായി നമുക്ക് അനുഭവപ്പെടുന്നു. ആ നിമിഷത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ മിനിറ്റുകളിലൂടെ കടന്നു പോവുകയും ചെയ്തു. കൃത്യം 3:28 ആ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചത്. ആ ഘട്ടം തൊട്ട് ഏറ്റവും ദൂരെ നിന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ നേരത്തെ സജ്ജമായിരുന്ന റിക്കവറി ഷിപ്പ്, അതിനടുത്തുള്ള ബോട്ടുകൾ, അതെല്ലാം കുതിച്ചെത്തി ഈ പേടകത്തിനടുത്തേക്ക് എത്തുകയും ചെയ്തു. ഇനിയുള്ള അടുത്ത ഘട്ടം ഇതിലേക്ക് ചങ്ങല ഘടിപ്പിക്കുക, ഒപ്പം റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കെട്ടിവലിച്ച് ഈ ഷിപ്പിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. എന്നോടൊപ്പം വിഷ്ണു എസ് വിജയനും ഒപ്പം സരുണും ചേരുന്നുണ്ട്. വിഷ്ണു, നമുക്ക് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന ചില കാഴ്ചകൾ കഴിഞ്ഞ മിനിറ്റുകളിലൂടെ നമ്മൾ കണ്ടു. ഇത്തവണത്തെ ഈ സ്പ്ലാഷ് ഡൗണിന്റെ പ്രത്യേകത, ഇത് പകൽ സമയത്ത് അവിടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് സ്പ്ലാഷ് ഡൗൺ, എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്, എങ്ങനെയാണ് ഈ പാരാച്യൂട്ടുകൾ വിടുന്നത് എന്നൊക്കെ നമ്മൾ വളരെ തെളിമയോടുകൂടി കാണുകയും ചെയ്തു.